അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സമീപിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്ത പക്കാ മാനുഷികമാകും. പക്കാ മാനുഷികമായ ചിന്താഗതിയോട് ജീവിക്കുന്ന ഒരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോകാൻ യേശുവിന് പറ്റത്തില്ല. അയാൾ പുറകിൽ പോകണം. അതാണ് പ്രശ്നം. അതാ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയും. പക്കാ മാനുഷികമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്നാ തടയും, നമുക്ക് എന്നാ കിട്ടും. നീ ഉടമ്പടി എടുത്താണല്ലോ, അത് പുതുക്കിയതാണല്ലോ, എന്നിട്ടും ഇയാൾ കിട്ടിയില്ലല്ലോ. അപ്പോൾ അതിനോട് എന്തുകൊണ്ട് നീ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എഴുന്നേക്കാൻ താമസിച്ചു പോയാൽ നീ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. കാരണം മനസ്സിലായില്ലേ? ഇപ്പോൾ നീ ഇപ്പോൾ 2 പ്രാവശ്യം ഉടമ്പടി പുതുക്കി, എന്നിട്ടും നിനക്ക് എന്താണ് PR ആയില്ല, PR ഒത്തില്ല, അല്ലെങ്കിൽ വസ്തു വിറ്റില്ല. അതോടുകൂടി നീ പിറ്റേ ദിവസം എന്താ ചെയ്യണത്? പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലേണ്ടത് പണ്ടത്തെ ആ ഉസ്സിരി കാണിക്കണില്ല. എഴുന്നേക്കാൻ താമസിച്ചു പോയി. നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എഴുന്നേക്കാൻ താമസിച്ചു പോയാൽ ഉടമ്പടിയും നിങ്ങൾ പുറത്താകും. നിങ്ങൾക്ക് അവർക്ക് എപ്പോഴെങ്കിലും ചെല്ലാൻ മതി, എപ്പോഴും ചെല്ലാൻ പോരാ. 5:30 to 6:30 എൻ്റെ ടൈം, മാക്സിമം 5:30 അതിൻ്റെ ടൈം. അതെന്താ കാര്യം? അത് ബൈബിൾ അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. 119, 147 എടുത്തേ വചനം, സങ്കീർത്തനം 119, 147. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 119 സങ്കീർത്തനം 147 തിരുവചനം. അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഉടമ്പടി നീ പ്രത്യാശ അർപ്പിക്കണം എപ്പോഴാണ്? അതിരാവിലെയാണ്. അതാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 5:30 എന്ന് പറയുന്നത്. 5:30 to 6:30 എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിച്ചുകൾക്ക് കൂടി കുറച്ച് മടിച്ചുകളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് 6:30 എന്ന് പറയുന്നത്. ശരിക്കും 5:30 5:30. അതിനുള്ളിൽ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. കാര്യം ആ വചനം ഒന്ന് വായിച്ച്, അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പറഞ്ഞു, ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് വാഗ്ദാനം ഉള്ളത്? ഓൾമോസ്റ്റ് ഓൾ തിങ്സിന് വാഗ്ദാനമാണ്. എല്ലാത്തിനും, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും. നമ്മുടെ ഈ സാക്ഷ്യങ്ങളുടെ വെറൈറ്റി കേട്ടാൽ മനസ്സിലാകും. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്താണ്? വാഗ്ദാനം എന്ന ഉടമ്പടിക്ക് ബൈബിളിൽ പല പേരാണ് പറയണത്. വാഗ്ദാനം എന്ന് പറയും, കൽപ്പന എന്ന് പറയും, നിബന്ധന എന്ന് പറയും, നിയോഗമെന്ന് പറയും, ഉടമ്പടി എന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തെ പ്രത്യാശ അർപ്പിക്കണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങുമായിട്ട് ചെയ്ത ഉടമ്പടിയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ആ പ്രത്യാശ അർപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിരാവിലെ എഴുന്നേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് 10 മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു. പിടിയില്ല. അപ്പോൾ അത് പ്രത്യാശയുടെ ബന്ധം. നീ രാവിലെ എഴുന്നേൽക്കുന്നത് പ്രത്യാശയുമായിട്ടാണ് ബന്ധം കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കിടന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാൻ പറ്റത്തില്ല. പ്രത്യാശ ഇല്ലാത്തവരാ. ഇഷ്ടമുള്ളപ്പോൾ കിടന്ന് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വചനത്തിലെ ഉടമ്പടി പ്രത്യാശ ഉള്ളവർ അതിരാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങാൻ നോക്കണം. ജീവിതത്തിന് ചിട്ട വേണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ ചട്ടങ്ങളെ ചിട്ടയോടെ പരിപാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. പ്രയാസങ്ങൾ വന്നീടിലും എല്ലും കുലുങ്ങുകയില്ലായിരേ. പ്രയാസങ്ങൾ വന്നീടിലും എല്ലും കുലുങ്ങുകയില്ലായിരേ. ബുദ്ധിക്കതീതമത്തിൽ എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്തിൽ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ മക്കളെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിച്ച് നിങ്ങൾക്ക് വചനം കിട്ടാൻ വേണ്ടി, അച്ഛന് വചനം കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് വചനം മനസ്സിലാക്കാൻ വേണ്ടി, കർത്താവ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥ ചെയ്യുന്ന എല്ലാ മക്കളെയും സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്ന, അവർക്ക് എല്ലാവർക്കും ആവശ്യമായ വചനങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കണ്ണിനെ സ്ഥാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ആൻസി ഇളവൂർ.
അവിടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ തീക്ഷണമതിയായ ഒരു ലേഡിയാണ്, കേൾക്കുമ്പോൾ അറിയാം. ചിലർക്ക് ഉടമ്പടിയൊക്കെ എടുക്കുമ്പോഴേ അവർക്ക് ബേസിക്കായിട്ട് ഫെയ്ത്ത് ഉണ്ട്, ബേസിക്കായിട്ട് ദൈവസ്നേഹമുണ്ട്. അത് പിന്നെ വെൻ ഇറ്റ് സെറ്റ് ഇൻ ദി കവറന്റ് പ്രെയർ അത് ആക്സിലേറ്റ് ചെയ്യും. ഇപ്പോൾ ബേസിക് ഫെയ്ത്ത് ഉള്ളവരില്ലേ, ബേസിക് ചിലർക്ക് ഇങ്ങനെ ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കണം, വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഇവർക്ക് ബേസിക് ഫെയ്ത്ത് ഉള്ള ആളാണ്. ബേസിക് ഫെയ്ത്തും അത് ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളാണ്. അത് വലിയ സന്തോഷമാണ്. അതായത് നമുക്ക് ഉടമ്പടി സാക്ഷ്യം പറയുന്നത് കേട്ടാൽ മനസ്സിലാകും. അതായത് അവർക്കുള്ള സ്വതസിദ്ധമായ വിശ്വാസമില്ലേ, അവർക്കുള്ള സ്വതസിദ്ധമായ ദൈവസ്നേഹം അവർ ഉടമ്പടിയിലേക്ക് വരുന്നു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അതിൻ്റെ അകത്ത് പ്രയോഗിക്കും. അങ്ങനെയാണ്. പിന്നെ ദൈവമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയണത്. ഓരോ സാക്ഷ്യം പറഞ്ഞിട്ടും പറയും ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയും. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ അവർ 2012 അവർ നഴ്സിംഗ് പാസ്സായ ആളാണ്. അപ്പോൾ അവർ പറയണത് അവരുടെ വീട്ടിൽ, ഇനി ഏത് വീട് കെട്ടിച്ച് വിടാൻ വേണ്ടിയാണ്, അവരുടെ സ്വന്തം വീടാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവരെ എപ്പോഴും ആക്രമിക്കുന്നവരും അവരെപ്പോഴും കുറ്റപ്പെടുത്തുന്നവരും പറയണത് നീ ഇവിടെ വന്നിട്ടാണ് ഇത് മുടിഞ്ഞു പോയത്, കുടുംബം മുടിഞ്ഞു പോയത്, നിന്നെ എന്തിനു കൊള്ളാം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നീ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ നേരം വെളുക്കുകയും ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ ഇരുന്ന് കർത്താവിനോട് കാര്യം, കർത്താവേ എന്നെ നീ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത്, ഈ മനുഷ്യന്മാരെന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അവളെ കുറ്റപ്പെടുത്തലിലൂടെ അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും കർത്താവിൻ്റെ അക്കൗണ്ടിൽ വെച്ചാണ് അവളെ വിശ്വാസപൂർവ്വം അതിനെ തരണം ചെയ്യണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, അവൾ നീ ഉടമ്പെടുക്കാൻ പറഞ്ഞത്. അതായത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വഴിമുട്ടി പോകുമ്പോൾ ദൈവം തന്നെ അവരോട് പറയവേ ഉടമ്പെടുക്കാൻ പറയും. എത്ര പേരാണ് ഇവിടെ സാക്ഷ്യം പറയണത്? അവരുടെ ജീവിതത്തിൽ ഒരു ഇങ്ങനെ വളരെ വല്ലാത്ത മോശം കണ്ടീഷൻസ് വരുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അവർക്കൊരു നോട്ട് കൊടുക്കും ഉടമ്പടി എടുക്കാൻ. അതറിയാമെങ്കിൽ ഈ ദിവസം ഷീജ എന്ന് പറഞ്ഞ് ഷീജ സെൻദേവ് അമ്മയും മകനുമാണ്. അപ്പോൾ അവർ ശ്രീ ചിത്രയിൽ ഒരു ഓപ്പറേഷന് വേണ്ടി ചെന്നിരിക്കണതാണ് ഷീജ. അവരുടെ സാക്ഷ്യം നല്ല രസം കേൾക്കാൻ. എന്നുവെച്ചാൽ അവരുടെ മകനെ ഹൃദയത്തിൻ്റെ അരികിൽ അകത്ത് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്റ് വളർന്നു വരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡൊക്കെ ഉണ്ട്, അത് കാരണം ശ്വാസം മുട്ടലുണ്ട്, അത് കാരണം അവൻ മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അവനെ മേജർ സർജറിക്ക് ഇവിടെ ശ്രീജിത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക. പക്ഷേ ഹൃദയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഞരമ്പിൻ്റെ അടുത്താണ് ഈ സിസ്തി ഇരിക്കുന്നത്. ഇപ്പം സിസ്റ്റയുടെ തൊട്ട ഹൃദയ ഞരമ്പ് ഛേദിച്ചു പോകും, മരിച്ചു പോകും. അപ്പോൾ അത് കാരണം ഡോക്ടർമാരെ തൊടുന്നില്ല. അതുകൊണ്ട് അവർ പറയണത് ജീവിച്ചിരിക്കണം അത്രയും ജീവിച്ചിരിക്കട്ടെ, അത്രയും നമുക്ക് അവനെ കാണാമല്ല. അവർ അമ്മയോട് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവർ പറയും. അതിനകത്ത് എന്ത് ഭവിഷ്യത്ത് വന്നതല്ല, അതിന് വലിയ ഭവിഷ്യത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അവരെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ രോഗത്തിൻ്റെ അവസ്ഥ അതാണ്, ഹൃദയഞരം മുറിഞ്ഞ് അവൻ മരിച്ചു പോകും. അതുകൊണ്ട് കാണാൻ പറ്റാത്തതിനും കാലം കാണ് അമ്മ എന്ന് പറയും. അതുകൊണ്ട് ശ്രീചിത്ര ഇവരെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സങ്കടപ്പെട്ട് ശ്രീചിത്രയിൽ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് സ്കാനിങ് റൂമിൻ്റെ പുറത്ത് ഷീജ ഇരിക്കുകയാണ്, മകനകത്ത് സ്കാനിങ്ങിന് വിട്ടിരിക്കുകയാണ്, ഇവർ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വേറെ അവിടെ ഇരിപ്പുണ്ട്, ബ്ലഡ് ക്യാൻസറായിട്ട് മകനെ. അപ്പോൾ അവർ സന്തോഷമായിട്ടൊക്കെ ചിരിച്ചൊക്കെ ഇരിക്കണം. ഇവളാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ വേദനിച്ച് ഇരിക്കണം. അപ്പോൾ അവർക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന സംസാരത്തിൽ ഇവർക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഷീജ ഉടനെ അവരോട് ചോദിക്കും, നിങ്ങൾ എന്താ ഇത്രയും വലിയ കടുത്ത രോഗം വന്നിട്ട് എന്താ നിങ്ങൾക്കൊരു സന്തോഷത്തായിട്ടിരിക്കണം എന്താ? അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങളെന്തിനാണ് പേടിക്കണത്, ഞങ്ങളുടെ കാര്യം കൃപാസന അമ്മയിലേ ചെയ്യണമെന്ന്. അയ്യോ, ഈ മനുഷ്യന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കരമാണ് സാർ. അപ്പോൾ ഇവളോട് ഷീജ ചോദിച്ചാൽ ആരാണ് കൃപാസന അമ്മയെന്ന്. പിന്നെ ഇവർ കൃപാസന അമ്മയെക്കുറിച്ച് അവർ പറയും. അവർ ഈ ബ്ലഡ് ക്യാൻസറുള്ള മാതാപിതാക്കൾ ഷീജയോട് പറയും. അങ്ങനെ ഒരു പത്രം കൊടുക്കും ഉടനെ. പിന്നെ അവർ ഇവിടെ വരും. ഇവിടെ വരുന്ന അവർ ഉടമ്പടിയൊക്കെ എടുത്ത് പോകുമ്പോൾ അപ്പോൾ ഡോക്ടറിൻ്റെ മൈൻഡ് ചേഞ്ച് ആവും. ഡോക്ടർ പറയും, നിങ്ങൾ വേറെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞാൻ നിങ്ങളെ അയക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഓപ്പറേഷൻ ചെയ്താൽ ഹൃദയ ഞരമ്പ് മുറിയും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഉടമ്പടി തൈലം എപ്പോഴും ഒരു നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവരതിന് ഉടമ്പടി തൈലമെന്നല്ല ഷീജ വിളിക്കുന്നത്, വിശ്വാസ തൈലമെന്നാണ് വിളിക്കുന്നത്. ഓരോ മനുഷ്യന്മാരെ വിളിക്കുന്ന വിളിയേ അനുഭവത്തിൽ നിന്നല്ല അവർ വിളിക്കുന്നത്. നമ്മൾ ഉടമ്പടി തൈലം എന്ന് പറയും, അവർ പറയും ഞാൻ വിശ്വാസ തൈലം. അപ്പോൾ വിശ്വാസമാണ് തൈലമായിട്ട് പെട്ടെന്നാണ് അവൾ പറയണത്. ഞാൻ വിശ്വാസ തൈലം എൻ്റെ മകൻ്റെ നെഞ്ചത്ത് പുരട്ടി, എന്നിട്ട് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എനിക്കൊരു അവസരം തരിക, ഞാനിത് നോക്കാം, പിന്നെ സങ്കടം വന്നാൽ നമുക്ക് 50-50. അപ്പോൾ പക്ഷേ മനസ്സായി ഡോക്ടറിന് മനസ്സായി ഓപ്പറേഷൻ ചെയ്യാൻ. അത്രയും അമ്മ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഉടനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് മകനെയും ഉറക്കറെ ഇനി ദൈവം നിശ്ചയം അതാണെങ്കിൽ സ്വീകരിക്കാൻ അവരും തയ്യാറായി. പക്ഷേ അവൻ ഓപ്പറേഷന് കയറാൻ നേരത്ത് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ നെഞ്ച് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അമ്മ വന്ന് എൻ്റെ കൂടെ നിൽക്കുക എന്ന് ഷീജയോട് ചോദിക്കും. അപ്പോൾ ഷീജ പറയും, തീർച്ചയായിട്ടും വന്ന് നിൽക്കും, ഞാനല്ല നിൻ്റെ അമ്മ പരിശുദ്ധമ്മ കൃപാസനം മാതാവെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ
പ്രസാദപരമാതാവേ, വാഗ്ദാനം പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇപ്പോഴും ആൾക്കാരുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനിൽ അമ്മ നേരിട്ട് ഹാജരാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്നിട്ട് അവരൊക്കെ സാക്ഷ്യം പറയുന്നവർ പറയും, ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നറിയാമോ, എൻ്റെ ഈ സാക്ഷ്യം എടുത്തിട്ട് വേണം സഭ അമ്മയുടെ പ്രത്യക്ഷീകരണം പഠിക്കാൻ. അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു. ഇന്നലെ ആൾക്കാരിപ്പോൾ ഇതിന് മുമ്പത്തെക്കാളും വളരെ സീരിയസ് ആണ്, മുമ്പത്തെക്കാൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉടമ്പടി എടുക്കുന്നത്. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഏത്യസ്റ്റായിട്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയാവർ. കാര്യം കൃപാസന അമ്മ എന്ന് പറയുന്നത് ഫാത്തിമ മാതാവല്ലല്ലോ, അത് വേളാങ്കണ്ണി അമ്മയല്ല, അത് ലൂർദ് മാതാവുമല്ല. പിന്നെ ആരാണ്? കൃപാസന ആൾക്കാർ 2004 ഡിസംബർ 7 2:30 മണിക്ക് ഇവിടെ സമയഘടികാരം നെറ്റി ചാർത്തി ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് കൃപാസന മാതാവ് എന്ന് പറയുന്നത്. അപ്പോഴേ ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ്. മനുഷ്യൻ്റെ വ്യക്തിപരമായ ദുരന്തമായാലും ശരി, രാജ്യത്തിൻ്റെ ദുരന്തമായാലും ശരി, ലോകത്തിൻ്റെ ദുരന്തമായാലും ശരി, എല്ലാ ട്രാജഡിയും കലാമിറ്റിയും അമ്മ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്ത് നിയോഗിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ആൾക്കാരുടെ ഓരോ ലൈഫ് സിറ്റുവേഷനിലേക്കും അമ്മ ആളാം പ്രതി കടന്നു വരുന്നത്. പ്രാർത്ഥിക്കുക, അമ്മയെ പരിശുദ്ധമേ, ദൈവമാതാവേ, എൻ്റെ ദുരന്തപൂർണമായ ശാരീരിക ദുരന്തം, സാമ്പത്തിക ദുരന്തം, വിദ്യാഭ്യാസ ദുരന്തം, ജീവിത പങ്കാളിയെ കിട്ടാത്ത ദുരന്തം, വരുമാനമില്ലാത്ത ദുരന്തം, ശാരീരിക രോഗത്തിന്റെ ദുരന്തം, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾ, വീടില്ലാത്ത ദുരന്തം, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ദുരന്തം, എന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എല്ലാ ദുരന്തങ്ങളിലേക്കും ആശ്വാസം പകരാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവമാതാവേ, വാത്സല്യമാതാവേ, പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാനം പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.